മന്ത്രി സജി ചെറിയാന്റെയും എ കെ ബാലന്റെയും വിവാദ പരാമർശങ്ങൾ തള്ളി മുതിർന്ന CPM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി. ഇരുവരുടെയും തെറ്റായ പ്രസ്താവനകൾ എന്ന് പാലോളി മുഹമ്മദ് കുട്ടി പ്രതികരിച്ചു. അതൊക്കെ തെറ്റായ പ്രസ്താവനയാണ്. ഒന്നും അതിനൊന്നും ഒരു അടിസ്ഥാനമില്ല. സജി ചെറിയാൻ്റെ പ്രസ്താവനയും പാർട്ടി പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് പാർട്ടിയല്ലേ, പാടില്ലാത്തതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ ഉണ്ടാവും. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തെ പാലോളി മുഹമ്മദ് കുട്ടി ന്യായീകരിച്ചു. വെള്ളാപ്പള്ളി പറഞ്ഞത് മലപ്പുറത്തിന് എതിരെയല്ല, മുസ്ലിം ലീഗിനെതിരെയാണെന്നാണ് പാലോളിയുടെ പ്രതികരണം. എന്നാൽ വെള്ളാപ്പള്ളി നടേശന്റെ ചില പ്രസ്താവനകളോട് യോജിക്കാൻ കഴിയില്ലെന്നും പാലോളി മുഹമ്മദ് കുട്ടി വിശദീകരിച്ചു. മലപ്പുറത്തല്ല ആക്ഷേപിച്ചു, മുസ്ലിം ലീഗിനെയാണ് ആക്ഷേപിച്ചത്. മുസ്ലിം ലീഗിനെ പറ്റി പറഞ്ഞാൽ അപ്പം ഇസ്ലാമിനെ പറ്റിയാണെന്നും പറയും, മലപ്പുറത്തിനെ പറ്റി. അത് രണ്ടും ആ രീതിയിലാണ് അവരതിനെ നേരിടുക. വെള്ളാപ്പള്ളി നടേശന് വെള്ളപൂശാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ പറയുന്ന ചില കാര്യങ്ങൾ അംഗീകരിക്കുന്ന പാർട്ടി, അതേസമയത്ത് അയാൾ പറയുന്ന ചില കാര്യങ്ങളോട് യോജിക്കാൻ കഴിയില്ല. ഷാരിഖ് നവാസ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് പാലക്കാട്ട് നിന്ന് വിവരങ്ങളുമായി. ഷാരിഖ്, ഈ പാർട്ടിക്ക് വലിയ തലവേദന ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് സജി ചെറിയാന്റെ വിവാദമായ പരാമർശവും പ്രസ്താവന. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശങ്ങൾക്കും പ്രസ്താവനകൾക്കും കൂട്ടുനിൽക്കുന്നു CPM എന്നൊക്കെയുള്ള വിമർശനങ്ങൾ നേരിടുകയാണ്. ഈ ഘട്ടത്തിൽ CPMന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ പാലോളി മുഹമ്മദ് കുട്ടി എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കാണുന്നത്? അദ്ദേഹം ഇതിനെയൊക്കെ ന്യായീകരിക്കുകയാണ്. ഒരിക്കലും ന്യായീകരിക്കുന്ന ഒരു തരത്തിലല്ല CPMന്റെ തന്നെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാവായ പാലോളി മുഹമ്മദ് കുട്ടി പറയുന്നത്. അതായത് മന്ത്രി സജി ചെറിയാനും CPMന്റെ മറ്റൊരു മുതിർന്ന നേതാവുമായ A K ബാലനെതിരെയാണ് പാലോളി മുഹമ്മദ് കുട്ടി രംഗത്തെത്തിയിരിക്കുന്നത്. ഇരുവരും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടത്തുന്ന വിവാദ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും അതുപോലെ തന്നെ അത് തിരുത്തണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. പാർട്ടി അത് തിരുത്തുമെന്നാണ് പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു വെക്കുന്നത്. കാരണം ന്യൂനപക്ഷ വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇത്തരത്തിലെ വിവാദ പരാമർശങ്ങൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ് CPIMന്റെ മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി പറയുന്നത്. അതേസമയം പാലോളി മുഹമ്മദ് കുട്ടി തന്നെ വെള്ളാപ്പള്ളി നടത്തിയ വിവാദ പരാമർശങ്ങളെ അനുകൂലിച്ചും രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം വെള്ളാപ്പള്ളി പറഞ്ഞത് ഒരിക്കലും മുസ്ലിം വിഭാഗത്തിനെതിരെയോ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയ്ക്കെതിരെയോ അല്ല അധിക്ഷേപം നടത്തിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി ഉദ്ദേശിച്ചത് മുസ്ലിം ലീഗിനെതിരെ മാത്രമാണെന്നാണ് പാലോളി മുഹമ്മദ് കുട്ടി അത്തരത്തിലൊരു ന്യായീകരണവുമായി ന്യായീകരിക്കുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിൽ രണ്ടും ഘടകവിരുദ്ധമായ പ്രസ്താവന തന്നെയാണ് ഇപ്പോൾ CPIMന്റെ ഏറ്റവും മുതിർന്ന നേതാവ് കൂടിയായ പാലോളി പറഞ്ഞു വയ്ക്കുന്നത്. അതേസമയം പാലക്കാട് ജില്ലയിൽ അതായത് ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മറ്റുമൊക്കെ വലിയ രീതിയിൽ ബാധിക്കും, പാർട്ടിയെ പ്രതിരോധത്തിലാക്കും, പാർട്ടിക്ക് കൂടുതൽ പ്രതിരോധത്തിലാക്കും, പാർട്ടിക്ക് ഇത് ഒരു തരത്തിലും ഭൂഷണമാവില്ല എന്നൊക്കെയാണ് പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു വയ്ക്കുന്നത്. മാത്രവുമല്ല ജമാഅത്തെ ഇസ്ലാമി എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും അതായത് മുൻകാലങ്ങളിലെ പാർലമെന്റും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ജമാഅത്തെ ഇസ്ലാമി പരോക്ഷമായി ഇടതുപക്ഷത്തിനെ സഹായിച്ചിട്ടുണ്ടെന്നും പിന്തുണച്ചിട്ടുണ്ടെന്നും പാലോളി പറഞ്ഞു വെക്കുന്നു. ഒരിക്കലും ജമാഅത്തിനെതിരെ ഇത്തരത്തിൽ നിലപാടുകൾ അതായത് തുറന്നു പറച്ചിലുകൾ ആവശ്യമില്ല എന്നും പാലോളി പറഞ്ഞു വെക്കുന്നു. GK ശരി, ഷാരിഖ് നവാസ് ആണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.